വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിൽക്കുമ്പോൾ തൻ്റെ പിറകിൽ ഒരു മഹാനാദം, കാഹളത്തിനൊത്ത ഒരു മഹാനാദം താൻ കേൾക്കുകയാണ്. ആ നാദം എന്ത് എന്നറിയുവാൻ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിശ്രേഷ്ഠമായ ഒരു കാഴ്ച താൻ കാണുകയാണ്. ഈ ഗംഭീരനാദത്തിൻ്റെ ഉടമയുടെ ശ്രേഷ്ഠമായ വർണ്ണനകൾ നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ കാഴ്ച കണ്ട് യോഹന്നാൻ ആ നാദത്തിൻ്റെ ഉടമയുടെ കാൽ ചുവട്ടിലേക്ക് മരിച്ചവനെ പോലെ വീഴുന്ന രംഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് അതിൻ്റെ 18-ാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഈ അതിശ്രേഷ്ഠനായ വ്യക്തി, ഈ ഗംഭീരനാദത്തിൻ്റെ ഉടമ താൻ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. വളരെ അതിശയത്തോടെ നാം ഇന്ന് പകൽക്കാലം ചോദിക്കേണ്ട ചോദ്യം, ഇത്ര ശ്രേഷ്ഠനായ, നമ്മളിവിടെ വായിക്കുന്ന പോലെ ആദ്യവും അന്ത്യവുമായ കർത്താവായ യേശു ക്രിസ്തു, ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിക്കേണ്ട പ്രശസ്തമായ ചോദ്യം. അപ്പോസ്തലനായ പത്രോസ് അതിനുള്ള ഉത്തരം നമുക്ക് തരുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഗംഭീരനാദത്തിൻ്റെ ഉടമയായ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്, പത്രോസ് പറയുന്നത് പോലെ, പത്രോസിൻ്റെ ഉത്തരത്തിൽ കാണുന്നത് പോലെ, മരിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നീതികെട്ട ഒരു കൂട്ടരെ നമ്മൾ കാണുന്നു, പാപികളായ ഒരു കൂട്ടരെ കാണുന്നു. അവരുടെ അവസ്ഥ എന്താണ്? അവർ ദൈവത്തോട് അകന്നു നിൽക്കുകയാണ്. ദൈവത്തോട് ഇത്തരത്തിൽ അകന്നു നിൽക്കുന്ന പാപികളായ, നീതികെട്ടവരായ, അതാരാണ്? നാം ഓരോരുത്തരുമാണ്. അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എന്ന് പത്രോസ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം അതൊന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പത്രോസ് പറയുന്ന പോലെ
നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, പാപികളായ നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായി, നീതികെട്ടവരായ നമ്മളെ നീതിമാന്മാരാക്കുവാനായി, മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്! ഇന്ന് പകൽക്കാലം യോഹന്നാൻ ചെയ്തതുപോലെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്കൊന്ന് വീഴാം. എൻ്റെ കർത്താവെ, നീ മരിച്ചത് എന്നെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ടായിരുന്നല്ലോ, എന്നെ എൻ്റെ നീതികേടിൽ നിന്നും രക്ഷിക്കുവാനായിട്ടാണല്ലോ, എന്നെ നീതിമാനാക്കുവാനായിട്ടാണല്ലോ, എൻ്റെ ആ അനീതിയൊക്കെ ക്ഷമിക്കുവാനായിട്ടാണല്ലോ, എനിക്ക് പകരമായിട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് യോഹന്നാൻ വീണതുപോലെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ നമുക്ക് വീഴാം. ഇത്ര ശ്രേഷ്ഠനായ, ഇത്ര മഹത്വധാരിയായ കർത്താവായ യേശു ക്രിസ്തു ആ മഹത്വമൊക്കെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരത്തിനായിട്ട് വന്നു മരിച്ചടക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നാം ഇവിടെ വായിക്കുന്നത് പോലെ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, കേവലം മരിച്ചടക്കപ്പെട്ട ഒരു ദൈവമല്ല, ഒരു വ്യക്തിയല്ല, മരിച്ച് അടക്കപ്പെട്ട് കല്ലറയെ വെന്ന് വിജയിച്ച്, മരണത്തെ വിജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആരാധ്യപുരുഷനായ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ ആ ഇമ്പനാദം കേട്ട് പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ട ആ മഹനീയമായ കാഴ്ച ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നാം നീതികെട്ടവരായിരുന്നു, നാം പാപികളായിരുന്നു, നാം കൊള്ളരുതാത്തവരായിരുന്നു, നാം ദൈവത്തിൽ നിന്നും അകന്നു പോയവരായിരുന്നു, യാതൊരു വിധത്തിലുമുള്ള യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ. എന്നാൽ എൻ്റെ കർത്താവ്, ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പായി എൻ്റെ പാപത്തിനു വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി കർത്താവ് യേശു ക്രിസ്തു താണ ഭൂമിയിലേക്ക് വന്ന് എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും ദൈവത്തോട് അടുപ്പിക്കുവാൻ, നീതികെട്ടവരായ നമ്മളുടെ നീതിമാന്മാരാക്കുവാനായി കർത്താവ് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മൾ ഇന്ന് നീതിമാന്മാരായിരിക്കുകയാണ്, നാം ഇന്ന് വിശുദ്ധരായിരിക്കുകയാണ്, നാം ഇന്ന് ദൈവത്തോട് അടുത്തിരിക്കുകയാണ്. ദൈവത്തോട് നമ്മെ അടുപ്പിച്ച കർത്താവിൻ്റെ ഈ സ്നേഹം, ഈ പ്രവൃത്തി, കാൽവരി കുരിശിൽ താൻ തികച്ച ദൈവനീതിയെ ധ്യാനിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഓർത്തുകൊണ്ട് ഈ ദൈവത്തെ നമുക്കിന്ന് മഹത്വപ്പെടുത്താം, നമുക്ക് ആരാധിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. Praise the Lord. For today's meditation, I'd like to take your attention to Leviticus chapter 16. I'm using the NIV Bible, and the title of this chapter called The Day of Atonement. It's a long chapter, so I'd like to read a few verses from it, starting from verse 5. From the Israelite community, he used to take 2 male goats for a sin offering and a ram for a burnt offering. Aaron used to offer the bull for his own sin offering to make atonement for himself and his household. Then he used to take 2 goats and present them before the Lord at the entrance to the tent of meeting. He used to cast lots for 2 goats, one lot for the Lord and other for the scapegoat. Aaron shall bring the goat whose lot falls to the Lord and sacrifice it for a sin offering. But the goat chosen by Lord as a scapegoat shall be presented alive before the Lord to be used for making atonement by sending it into the desert as a scapegoat. As we saw in verse 6, Aaron, the high priest, has to offer bull for his own sin, also for his household, and he has to offer this bull as a sin offering for them. Later on the verses, we can see that he brings these 2 male goats at the entrance of the tent of meeting. From the verses later on, we can understand that on verse 8, it says like this: he used to cast lots, 2 goats, one lot for the Lord and other one as a scapegoat.
Then he offered this one goat as a sacrifice for Israelite sin. Then later on, we can see that he bring the second God, which is a scapegoat. He put both hands on the head of this scapegoat and put Israelites' wickedness and rebellion and send this scapegoat away into the desert. For us, for believers, for us Christians, this is the foreshadowing of our Christ. Our Lord Jesus Christ sacrificed once for us. In Hebrews 4:14, we can see that he is our high priest. Also in Revelation chapter 13 verse 8, it says, he is the lamb that was slain from the creation of the world as sacrifice for our sin. He is the lamb, our Lord Jesus Christ as a lamb, and he is slain for our sin. In Corinthians, 2 Corinthians 5:21, it says like this, God made him who had no sin to be sin for us, so that in him we might become the righteousness of God. Our sins were laid on the Christ. He bore our sins just as a scapegoat did for Israelite sins. Today we can be in his presence because our Lord Jesus Christ sacrificed. No longer we need to sacrifice animals for our sins. No longer we need to impute our sins on the scapegoat and have them carried away, because our Jesus has been sacrificed and scapegoated for us. And in Hebrews chapter 10 verse 10, we can see that he is the Christ that died for us once for all. As I conclude here, I'd like to read that verse also. Hebrews chapter 10 verse 10. And by that will we have been made holy through the sacrifice of the body of Jesus Christ once for all. Today, we can worship our Lord and Savior Jesus Christ because he sacrificed for us. Not only that, he made us holy. We can continue to worship him. May his name be glorified. ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പി അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തതെന്ന് ഞാൻ വിവരിക്കാം. രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 31 അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിന് വിശ്രാമം വരുത്തുവാൻ പോകുന്നു. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. രാവിലെ ഇവിടെ നമുക്ക് വായിച്ച വേദഭാഗത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഈ 2 വാക്കാണ് ഇന്ന് രാവിലെ സമയം ഹൃദയത്തിന് സന്തോഷം നൽകിയത്. ഒന്ന്, വാളിന് തെറ്റി ശേഷിച്ച ജനം. 2, മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളും കൃപയും. നമുക്കറിയാം, തിരുവചനത്തിൽ വാള് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം കിഴക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കെരൂബിനെ വാളിന്റെ ജ്വാലയുമായിട്ട് നിർത്തിയതായിട്ട് നമുക്ക് കാണുവാനാണ് കഴിയും. അപ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ വാളിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാള് ന്യായവിധിയെയാണ് കാണിക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി എന്നാണ്. നമുക്ക് തിരുവചനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, മനുഷ്യൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിലാണ്.
വലിയവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിന്റെ കാരണം ദൈവകൽപ്പന മനുഷ്യൻ ലംഘിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിന്റെ ആ സന്നിധിയിൽ നിന്ന് മനുഷ്യൻ അകലുവാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യൻ പാപം ചെയ്തു. ആ പാപത്തിന്റെ ആ പരിണിത ഫലമായിട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ ന്യായവിധിക്ക് മനുഷ്യൻ വിധേയനായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ആ ന്യായവിധിയുടെ വാള് നമ്മുടെ മേൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, നീതിയൻ ഗിളത്തിന്മേൽ ഓങ്ങിയ കരവാളം വീതമാക്കിയ ജഗത്രാതാവേ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ നാം ഓർക്കുമ്പോൾ, കാൽവരി ക്രൂശിനെ നാം കാണുമ്പോൾ ആ ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ മേൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ദൈവം അത് മാറ്റി എന്നുള്ളത് ഇന്ന് രാവിലെ സമയം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. നമ്മുടെ മേൽ വരേണ്ടതായ ന്യായവിധി, ആ ന്യായവിധിയുടെ വാള് അത് നമ്മിൽ നിന്ന് മാറി തന്റെ പ്രിയപുത്രൻ അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് ഇവിടെ വായിക്കുന്നത്, വാളിന് തെറ്റിയ ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. രാവിലെ സമയം ആ ദൈവത്തിന്റെ കൃപ എത്രയോ വലുതാണ്. നമ്മോട് ദൈവം കൃപ കാണിച്ചു. കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്തത് തരുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഒരിക്കലും അർഹിക്കാത്തതായിരുന്നു ദൈവത്തിന്റെ ആ സന്നിധിയിലേക്കുള്ള പ്രവേശനം. ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനോ ഈ ശിക്ഷായോഗ്യരായ നാം, പാപികളായ നമുക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് തന്റെ പ്രിയപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. യേശു കർത്താവിലൂടെ ഇന്ന് രാവിലെ നമുക്ക് ദൈവസനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഇടയായി തീർന്നു എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യതയുള്ള ജനമാക്കി തീർത്തു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ കീഴിലായിരുന്ന നമുക്ക്, ദൈവത്തിന്റെ ആ ന്യായവിധിയുടെ വാളിന്റെ കീഴിലായിരുന്ന നമുക്ക് ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവകൃപയോടുകൂടെ ആ കൃപയുടെ ആ വലിയ നിറവിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആരാധിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അത് എത്രയോ വലിയൊരു കാര്യമാണ്. ദൈവത്തിന്റെ അപാരമായ കൃപയും ദൈവത്തിന്റെ ആ സ്നേഹവുമാണ്. നാം താഴെ വായിക്കുന്നത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ മഹാസ്നേഹമാണ്, നിത്യസ്നേഹമാണ്. ഒരിക്കലും അവസാനിക്കാത്ത ആ ദൈവസ്നേഹം നമ്മുടെ മേൽ ചൊരിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ സ്നേഹം നമുക്ക് എവിടെയാണ് കാണുവാൻ കഴിയുന്നത്? കാൽവറിയിലെ ക്രൂശിലാണ്. തന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം സാക്ഷീകരിച്ച ആ പ്രിയപുത്രൻ നമുക്ക് വേണ്ടി നമ്മുടെ മധ്യസ്ഥനായി, നമ്മുടെ പകരക്കാരനായി കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് പകരമായി ആ പാപത്തിന്റെ ശിക്ഷ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മുൾമുടി ധരിക്കപ്പെട്ടവനായി, ചാട്ടവാറുള്ള അടിയേറ്റവനായി, രക്താഭിഷിക്തനായി കിടക്കുന്ന കാഴ്ച ഇന്ന് രാവിലെ സമയം നമ്മുടെ ഹൃദയങ്ങൾക്ക് ആ വലിയ ദൈവത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ചെയ്ത വലിയൊരു പ്രവൃത്തിയാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാപം ചെയ്ത മനുഷ്യനെ നിത്യമായ നരകത്തിൽ തള്ളിക്കളയേണ്ടതിന് പകരം അവനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ ആ രക്ഷാകരമായ പ്രവൃത്തിയാണ് കാൽവറിയിലെ ക്രൂശിൽ കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. സക്രിയ പ്രവചനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വാളെ എന്റെ ഇടയന്റെ നേരെ ഉണരുക. ആ ദൈവത്തിന്റെ ന്യായവിധിയുടെ വാള് തന്റെ പ്രിയപുത്രന്റെ മേൽ വരുവാനായിട്ടിടയായി തീർന്നു. നമ്മള് മത്തായിയുടെ സുവിശേഷം 21:26-31 യേശു കർത്താവ് പറയുന്നുണ്ട്, യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സക്രിയ പ്രവചനം 13:7 ആ വാക്യം യേശു കർത്താവിന്റെ ക്രൂശുമരണത്തിലൂടെ നിറവേറുകയാണ്. ആ ആടുകളുടെ വലിയിടയനായ കർത്താവായ യേശു ക്രിസ്തു ആ ന്യായവിധിയുടെ വാളുകൊണ്ട് വെട്ടേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് രാവിലെ സമയം
ആ വാളിന് തെറ്റി ഒഴിഞ്ഞ ജനം നാം ഓരോരുത്തരും നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു നാം. ഇന്ന് കൃപ കണ്ടെത്തുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഈ രക്ഷ കണ്ടെത്തുവാനായിട്ട്, രക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കുവാൻ, ഈ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. എത്രയോ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. സ്തോത്രം. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്ന അവസരം. ഇന്ന് രാവിലെ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആ നിത്യമായ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിയും സ്തോത്രവും കർത്താവിന്റെ പരിശുദ്ധ പാദപീഠത്തിൽ അർപ്പിച്ച് ഈ വലിയവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, വണങ്ങാം, സ്തുതിക്കാം, നമസ്കരിക്കാം. ദൈവത്തിന്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാവിലെ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. വളരെ ആശ്വാസം നൽകുന്ന ഒരു വചനമാണിത്. നമുക്ക് സമാധാനമുണ്ട് എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ച് ലോകത്തിൽ നിന്ന് സമാധാനം എടുത്തു കളയപ്പെട്ട കാര്യം നമുക്ക് അറിവുള്ള കാര്യമാണ്. പാപം രംഗപ്രവേശനം ചെയ്തതോടുകൂടിയാണ് ഏദനിൽ ആദാം ഓടി ദൈവസന്നിധിയിൽ നിന്നും അകന്നത്, ഹൗവ ദൈവസന്നിധിയിൽ നിന്നും അകന്നത്. പാപം ചെയ്ത കയ്യീനാണ് മുഖഭാവം എല്ലാം മാറി അവൻ ദുഃഖിതനായി കോപമുള്ളവനായി മാറിയത്. നമുക്കറിയാം, മുഖത്തെ വിയർപ്പ് രൂപം കൊണ്ടത് പാപത്തോടു കൂടിയാണ്. വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് ദൈവം ഹൗവയോട് പറഞ്ഞത് പാപാനന്തര അനുഭവമായിട്ടാണ് ഇരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് എല്ലാ രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അസമാധാനത്തിന്റെയും കാരണം എന്ന് പറയുന്നത് പാപം മാത്രമാണ്. പാപം ചെയ്ത വലിയ പ്രവൃത്തി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ അകലമുണ്ടാക്കി എന്നുള്ളതാണ്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് വായിക്കുന്നുണ്ട്. വലിയവനായ ദൈവത്തോട് കർത്താവായ യേശു ചെയ്ത, നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം ഇരുപക്ഷങ്ങളിലായിരുന്ന, ഇരു ധ്രുവങ്ങളിലായിരുന്ന, രണ്ട് ഇടങ്ങളിലായിരുന്ന നമ്മെ ഒന്നാക്കി തീർക്കുകയും നമ്മെ നിരപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നാണ്. നീതീകരണം ഹൃദയത്തിന് ലഭിക്കുക, അതുവഴി ഒരു സമാധാനം കൈവരിക, ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു. പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് തിരികെ വരാനുള്ള വലിയ കൊതിയുണ്ടായിരുന്നു, വലിയ ആഗ്രഹമുണ്ടായിരുന്നു. തോട്ടത്തിലെ ആദാമിന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. എന്നാൽ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് കെരൂബുകളെ നിർത്തിയ ദൈവം ആ ദൈവത്തെങ്കിലേക്കുള്ള പ്രവേശനം തടയുകയാണ് ഉണ്ടായത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവായ യേശു നമ്മുടെ സമാധാനമായി. ദൂതന്മാര് ഇടയന്മാരോട് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനം അവൻ സുവിശേഷിച്ചു. സുവിശേഷം എന്ന് പറയുന്നത്
സമാധാനമാണ്. നമ്മുടെ ഉള്ളങ്ങൾക്ക് നൽകുന്ന സമാധാനം, നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സമാധാനം, നമ്മുടെ ആത്മാവിന് നൽകുന്ന സമാധാനം, ദൈവത്തോടുള്ള സമാധാനം, ഈ ഭൂമി ജീവിതത്തിനും അപ്പുറത്തേക്കും കൊണ്ടെത്തിക്കുന്ന സമാധാനം, അതാണ് കർത്താവായ യേശു നൽകുന്നത്. അവിടുത്തെ പേര് തന്നെ നമുക്കറിയാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവൻ സമാധാന പ്രഭു എന്നാണ്. അവൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അവന്റെ സമാധാനമാണ് നമ്മുടെ ഉള്ളങ്ങളിൽ ഇരിക്കുന്നത്. ഇന്ന് പാപം നീങ്ങിയ ആ വലിയ സമാധാനവും അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ദൈവത്തോട് നിരപ്പുണ്ടായി എന്ന് പറയുന്നത്, ദൈവത്തോട് സമാധാനമുണ്ടായി എന്ന് പറയുന്നതിനോളം വലിയ ഒരു ഭാഗ്യവും ആർക്കും ലഭ്യമല്ല. ആർക്കും അതിന് തത്തുല്യമായി പറയുവാനായിട്ടില്ല. ക്രൂശിൽ നമ്മൾ ഇരുവശങ്ങളിലായി ഓരോ കള്ളന്മാരെ കർത്താവിനോടൊപ്പം ക്രൂശിച്ചതായി കാണുന്നുണ്ട്. ഒരു കള്ളൻ കർത്താവിനെ ഏറ്റുപറയുന്നു. അവനോട് കർത്താവ് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്നാണ്. ആ സമയത്ത് അവന്റെ ഉള്ളിലൂടെ കടന്നുപോയ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നാം ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ജന്മം കൊണ്ട്, ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒക്കെ അവൻ നരകാവകാശിയാണ്. ആ റോമാ ഗവൺമെന്റ് ശിക്ഷകൾ അനുഭവിച്ച് ഇന്ന് മരണത്തോടുകൂടെ നരകത്തിലേക്ക് അവൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ അവന് ഒരു വലിയ പ്രവേശനം സ്വർഗത്തിലേക്ക് ലഭിച്ചിരിക്കുന്നു, പർദീസയിലേക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനവൻ ചെയ്തത് കർത്താവായ യേശുവിൽ അവൻ വിശ്വസിച്ചു എന്നത് മാത്രമാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ മധ്യസ്ഥനായിട്ടോ അതിൻ്റെ വഴിയായിട്ടോ അതിൻ്റെ മുഖാന്തരമായിട്ടോ ഒറ്റ ഒരാളെയാണ് നാം കാണുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. രക്ഷയ്ക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും നിത്യജീവന് വേണ്ടിയും പാപക്ഷമയ്ക്ക് വേണ്ടിയും ഒക്കെയുള്ള ഏക മാർഗം ഈ കർത്താവാണ്. അവൻ എന്താണ് ചെയ്തത്? കാൽവറിയിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തന്നു. അവൻ മരിക്കുക മാത്രമായിരുന്നില്ല, അവൻ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. അവൻ പിതാവിന്റെ അരികിലേക്ക് പോയി അവിടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം വലത്തുഭാഗത്ത് ഇരുന്നു. അവൻ എത്രയും വേഗം മടങ്ങി വരുന്നു. ഈ ഓർമ്മയാണ് ഇന്ന് രാവിലെ നമ്മെ ഭരിക്കേണ്ടത്. ഈ പുത്രനെ നൽകിയ പിതാവിനെയാണ് ഈ രാവിലെ നാം ഓർക്കുന്നത്. ഈ വലിയ സ്നേഹത്തിന് മുൻപാകെയാണ് നാം ആയിരിക്കുന്നത്. ന്യായമായി നരകാവകാശികളായി നിത്യ നരകത്തിൽ നിത്യയുഗങ്ങൾ കഴിയേണ്ട നമ്മുടെ ജീവിതത്തെ രക്ഷിച്ച് കൃപയാൽ 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 സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർത്ത് ഈ ഭൂമിയിലും ഒരു വലിയ സമാധാന ജീവനം തന്ന് നമ്മെ മാനിച്ച, നമ്മെ ആദരിച്ച ഈ വലിയവനായ ദൈവത്തിന് മുൻപാകെ എല്ലാ വിനയത്തോടും കൂടെ, എല്ലാ ആദരവോടും കൂടെ, എല്ലാ ഉപകാര സ്മരണയോടും കൂടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ഇന്ന് രാവിലെ ആ പുണ്യപാദങ്ങളെ ചുംബിക്കാം. വിശ്വാസത്താൽ ആ കൈകൾ പിടിക്കാം, ആ മാറോട് ചാരിയിരിക്കാം, ആ സ്നേഹമുഖം കാണാം. അവിടുത്തെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തെ ആരാധിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വേദവാക്യം വായിക്കുന്നു. 109-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. 109-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. 109-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്.
പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തെ ഒരു ശാപ സങ്കീർത്തനം അഥവാ ശാപത്തിൻ്റെ വാക്കുകൾ നിറയപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് ഈ 109 സങ്കീർത്തനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് ചില പരാമർശങ്ങളൊക്കെ യൂദ ഇസ്കരിത്തോടുള്ള ബന്ധത്തിൽ, യൂദായോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ 5-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടതായ ആ അനുഭവങ്ങളെ അഥവാ ചില പ്രത്യേക കാര്യങ്ങളെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപികൾക്ക് പാപമോചനം കൊടുക്കുവാനായിട്ടാണ്. എന്ന് മാത്രമല്ല, തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉടനീളം താൻ അനേക നന്മ പ്രവൃത്തികൾ ചെയ്തതായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ നടത്തി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്ന് മാത്രമല്ല, 12 ശിഷ്യന്മാരെ അവൻ വിളിച്ചു, അവരെ വളരെയധികം സ്നേഹിച്ചു, അവരോടൊപ്പം സമയം ചിലവഴിച്ചു, അവരെ പഠിപ്പിച്ചു, അവരെ വേണ്ട നിലയിലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്തു, അവരെ ആ നിത്യജീവന്റെ മൊഴികൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ഈ ചെയ്ത നല്ല പ്രവൃത്തികൾക്കൊക്കെയും പകരമായിട്ട് തനിക്ക് ലഭിച്ച ആ കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ ചെയ്ത നന്മയ്ക്ക് പകരം തനിക്ക് ലഭിച്ചത് തിന്മയായിരുന്നു. താൻ ഈ ലോകത്തോട് കാണിച്ച അഥവാ ശിഷ്യന്മാരോട് കാണിച്ച, ഇസ്രായേൽ ജനത്തോട് കാണിച്ച ആ വലിയ സ്നേഹത്തിന് പകരം തനിക്ക് ലഭിച്ചത് ദോഷമായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 4-ാമത്തെ വാക്യത്തിലും അത് തന്നെ നാം വായിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ നമുക്കൊക്കെയും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പ്രേരകമായി തീരുന്ന ഒരു കാര്യം, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കും. എന്ന് മാത്രമല്ല, അവിടെ നാം വായിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ കഷ്ടതയൊക്കെ അനുഭവിച്ചതും, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടാനുഭവിച്ചപ്പോൾ ഭീഷണം പറയാതെ, ഈ നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരമൊക്കെ തന്നോട് ആ ദോഷമൊക്കെ കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിനെ, നന്മ മാത്രം ചെയ്ത ആ കർത്താവായ യേശുക്രിസ്തു, എന്നാൽ തൻ്റെ നന്മയ്ക്ക് പകരം താൻ തിന്മ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. താൻ കാണിച്ച സ്നേഹത്തിന് പകരം താന് ദോഷം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നാം പാപികളായിരുന്നപ്പോൾ തന്നെ, നാം ദോഷികളായിരുന്നപ്പോൾ തന്നെ, നാം ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരുവിധമായ സംബന്ധതയുമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ തന്നെ നമ്മെ അവൻ സ്നേഹിച്ചു. അവസാനത്തുള്ള രക്തം വരെയും തന്ന് തൻ്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ആ സ്നേഹത്തിന് പകരം തനിക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നത് അവൻ്റെ സന്നിധിയിൽ വീണ് നമുക്കവനെ ആരാധിക്കാം, നമുക്കവനെ സ്തുതിക്കാം. യൂദായ്ക്ക് അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനിടയായി. ഗെത്സമന തോട്ടത്തിൽ യേശു കർത്താവ്
പ്രാർത്ഥിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളോട് കാണിച്ച ആ വലിയ സ്നേഹം. അവൻ സ്നേഹത്തിന് പകരം അവൻ കാണിച്ച സ്നേഹത്തിന് പകരം അവന് വൈര്യം ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. നന്മയ്ക്ക് പകരം തിന്മ ലഭിക്കുവാനിടയായിത്തീർന്നു. സ്നേഹത്തിന് പകരം ദോഷം ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. അത്രയ്ക്ക് നിന്ദിതനായി തീർന്ന, പരിഹാസ വിഷയമായി തീർന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. Greetings in the name of Jesus Christ, our soon coming Savior and King. I just want to read a verse from Revelation chapter 5 and verses 5 and 6. Revelation chapter 5 and verses 5 and 6. Then one of the elders said to me, "Do not weep. See, the Lion of the tribe of Judah, the Root of David, has triumphed. He is able to open the scroll and its 7 seals." Then I saw a lamb looking as if it had been slain, standing in the center of the throne, encircled by the 4 living creatures and the elders. Well, this is one of the visions that John had seen, a vision taking place in heaven. I don't want to describe the vision, but I want to talk about the Lord Jesus Christ. When John in his vision is asking a question, well, who is worthy to break the seals and open the scrolls? He does not find anyone worthy. And so he starts to cry. And then one of the elders in verses 5 tells John, "Stop, do not weep." And then he points to the Lord Jesus Christ. I love how the Bible describes the Lord Jesus Christ here. In verses 5, Jesus is described as the Lion of the tribe of Judah. But it is also interesting to note that in verses 6, Jesus is again described as a lamb, looking as if it had been slain. Now, why is Jesus described both as a lamb and a lion? Well, what does that mean? Well, I believe that Jesus is described as a lamb, which signifies his first coming. How Jesus came into this world, taking on himself human flesh. When God created the entire universe and when God created man and God wanted to enjoy a relationship with man, but because man disobeyed the commandment of God and fell in sin, well, God took upon himself a human flesh and came into this world. The Bible describes it as Jesus coming as a lamb. Remember in the Gospel of John, John the Baptist pointed to the Lord Jesus Christ and he said, "Look, the lamb that taketh away the sins of the world." Jesus came as a lamb to take away the sins of the entire world. He came to take away your sin and my sin. If you look at Isaiah chapter 53 and verses 7, it says, "He was led like a lamb to the slaughter, and as a sheep before her shearers is silent, so he did not open his mouth." Jesus became a lamb, a humble lamb, a quiet lamb, so that he could take all of our sin and our shame and pay the penalty of our sin on the cross of Calvary. It is because of the sacrifice of this lamb, because this lamb was slain in your stead, in my place, you and I have this privilege, once we confess our sins, to enter into a relationship with the Lord Jesus Christ. That is why I believe that Jesus is described in the Bible as a lamb. Look, a lamb like if it had been slain. But verses 5 also says that Jesus is now described as the lion of the tribe of Judah. And I believe that this talks about the second coming of the Lord Jesus Christ. Well, if Jesus had come the first time into this world as a humble babe, as a lamb, Jesus will now come into this world as a lion of the tribe of Judah. Lion that signifies power and authority. Jesus will now come as the judge.
In the book of Genesis chapter 49, when Jacob blesses the tribes, he looks at Judah and he says, "You are like a lion." And it is from this tribe that Jesus was born, now to come into this world as the judge of all the earth, as a lion of the tribe of Judah. But you know what, born again believers, when this lion comes as a judge, we as believers have nothing to fear. Why? Because Jesus comes to judge those who have not accepted him as their personal Lord and Savior. You and I, because we've accepted the Lord Jesus Christ, we enjoy the promises of God's word. As it says in Romans chapter 8 and verses 1, "Therefore now there is no condemnation for those who are in Christ Jesus." You and I, because we are in a relationship with the Lord Jesus Christ, we have no fear of this lion who is to come. Rather, we are joyful that this lion comes back, not only to judge the world, but so that he can gather us together, so that we can live with him forever and ever. What a joyous privilege we have. We worship and praise a God who is not only a lamb, but a lion of the tribe of Judah. God's name be glorified. മാനം തകർന്നോർ കരുളുമവൻ കൃപയുടെ പരിചരണം ദാനം സുഖം സന്തോഷമെല്ലാം നമുക്കുതൻ തിരുചരണം ദേവാധിദേവനീ പാരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ദൈവ തിരുനാമത്തിന് മഹത്വം. ലോകം ഭീതിയുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന വർത്തമാനകാലത്തിൽ ദൈവമക്കളായ നമുക്ക് ദൈവമായ കർത്താവിലുള്ള ആശ്രയത്തിൽ അവൻ്റെ ചിറകിൻ മറവിൽ ജീവിക്കുവാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. സ്ഥലം സഭയായി ആരാധിക്കാൻ കഴിയാതെ ഭവനാന്തരീക്ഷങ്ങളിലാണല്ലോ നാം. എന്നാൽ പിതാവായ ദൈവത്തിന് ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മപൂർണരായി സ്തുതിയർപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നത് നമ്മെ സംബന്ധിച്ച് ഈ അവസ്ഥയിലും അനുഗ്രഹകരമാണ്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലാക്കിയ രക്ഷണ്യ പ്രവൃത്തി ഓർത്ത് അധരബലമെന്ന സ്തോത്രയാഗമർപ്പിച്ച് നന്ദി പറയുവാൻ ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അനേകർ മരണമൊഴിയായി മാറ്റപ്പെട്ട ഈ ലോകത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മരണാടക്ക പുനരുത്ഥാനത്തെ സ്മരിച്ച് രക്ഷയുടെ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും കഴിയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. സങ്കീർത്തനങ്ങൾ 98-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അതെ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി. നമ്മുടെ രാജാതിരാജാവും കർത്താവുമായ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ട് ജീവിതം നയിച്ചു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാര യാഗമായി മരണം ആസ്വദിച്ചു. നമുക്ക് നിത്യജീവൻ ഉറപ്പാക്കിക്കൊണ്ട് തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു. ഇതെല്ലാം അത്ഭുതങ്ങളാണ്. നമ്മെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളായ അത്ഭുതങ്ങൾ. അതെ, സർവാധികാരിയായ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കപ്പെട്ട അത്ഭുത പ്രവർത്തികൾ. അത് നമുക്ക് സന്തോഷകരമായ ദൈവിക കൂട്ടായ്മ നൽകിയതാണെന്നോർക്കുമ്പോൾ എങ്ങനെ നാം സ്തുതിക്കാതിരിക്കും? ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അതെ, ദൈവം തൻ്റെ സ്നേഹത്തെ മാനവരാശിക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും മാറ്റമില്ലാത്തതാണ്. നീതി കുറ്റക്കാരന് ശിക്ഷ വിധിക്കുന്നു. ദൈവത്തിന് തൻ്റെ നീതി മാറ്റം വരുത്താൻ കഴിയുന്നതല്ല. എന്നാൽ കുറ്റക്കാരനെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം
തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അതായത് ദൈവസന്നിധിയിൽ നീതികെട്ടവരായിരുന്ന, പാപികളായിരുന്ന, കുറ്റക്കാരായിരുന്ന നമുക്കോരോരുത്തർക്കും വേണ്ടി യേശു ക്രിസ്തു അതിൻ്റെ ശിക്ഷ ക്രൂശിൽ അനുഭവിച്ച് നീതിയായി. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച സ്ഥലമാണ് കാൽവരി ക്രൂശ്. ആ പ്രദർശനമായിരുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കാൽവരി ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ മരക്കുരിശിൽ കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ട്, തലയിൽ മുൾക്കിരീടം ചൂരപ്പെട്ട്, ശരീരം ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടവനായി, രക്തം ധാരധാരയായി ഒഴുകപ്പെടുന്നവനായി, മുഖത്ത് തുപ്പലേറ്റവനായി, രോമം പറിക്കപ്പെട്ടവനായി കിടക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനെ അകക്കണ്ണുകൊണ്ട് നാം കാണുമ്പോൾ നമ്മോട് കാണിച്ച, നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ച ആ സ്നേഹം, നമ്മുടെ പാപങ്ങൾ ചുമന്നൊഴിച്ച, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്ന ആ സ്നേഹം, ദൈവസ്നേഹം എത്ര വലുതാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ മരണാടക്ക പുനരുദ്ധാനം ഇവയിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഭാഗ്യശാലികളായി നാം മാറി, സത്യനമസ്കാരികളായി നാം മാറി. ആ മഹാസന്തോഷം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ അധരഫലമായി സ്തോത്രം ചെയ്ത് തേജോമയനായ മഹാദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവ തിരുനാമം മാത്രം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വന്ദനം ചെയ്തിടുവിൻ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ നിരന്തരം വന്ദനം ചെയ്തിടുവിൻ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ സന്തതം സകലരും സന്തോഷധ്വനിയിൽ സന്തതം സകലരും സന്തോഷധ്വനിയിൽ സ്തോത്രസംഗീതം പാടി സ്തോത്രസംഗീതം പാടി ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ നിരന്തരം വന്ദനം ചെയ്തിടുവിൻ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവിൻ. सभी श्रोतागणों को प्रभु यीशु मसीह के मीठे और मधुर नाम में प्रेम भरा नमस्कार। मैं जेम्स जामताड़ा में रहकर परमेश्वर की सेवकाई करता हूँ। आराधना के संबंध में मैं आज आप सभी लोगों का ध्यान बाइबल के एक खूबसूरत पद की तरफ ले जाना चाहता हूँ, जहाँ आप मानवीय अवस्था और परमेश्वर की व्यवस्था को बहुत ही स्पष्ट रूप से देख सकेंगे। और वो पद आपको रोमियो की पत्री उसका 5वें अध्याय का 6वें पद में मिलेगा। रोमियो की पत्री उसका 5 अध्याय 6 पद ऐसा लिखा है, क्योंकि जब हम निर्बल ही थे तो मसीह ठीक समय पर भक्तिहीनों के लिए मरा। इस पद पर जरा गौर कीजिए, कितना अद्भुत है। पौलुस यहाँ पर 2 शब्दों का इस्तेमाल करके रोम के विश्वासियों को, जिनसे उन्होंने अभी तक मुलाकात नहीं किया, ये समझाने का प्रयास कर रहा है कि परमेश्वर ने मानवीय अवस्था के लिए क्या व्यवस्था तैयार किया है। यहाँ मानवीय अवस्था के लिए 2 शब्दों का इस्तेमाल करता है। पहला है निर्बल। हम निर्बल अवस्था में हैं। हम निर्बल अवस्था में कैसे हैं? पाप का गुलामी में हम जी रहे हैं और इस पाप से छुटकारा पाना हमारे लिए असंभव है। हमारा सारा बल और हमारा सारा प्रयास पाप से छुटकारा दिलाने के लिए असमर्थ है, इसीलिए हम निर्बल हैं। और दूसरा जो शब्द है वो है भक्तिहीन। भक्तिहीन का अर्थ क्या है? भक्तिहीन का अर्थ बिना परमेश्वर भटकना। जैसा एक भेड़ बिना चरवाहा भटक जाता है, वैसे ही हम बिना परमेश्वर इस संसार में भटक रहे थे। और हमारा इस अवस्था पर परमेश्वर ने तरस खाया। हमें हमारे निर्बल और भक्तिहीन अवस्था में बेसहारा नहीं छोड़ा। उसने हमारे लिए एक मार्ग तैयार किया, एक व्यवस्था तैयार किया। और वो क्या है? लिखा है, मसीह ठीक समय पर हमारे लिए मरा। प्रभु यीशु मसीह का मृत्यु हमारे लिए वरदान और आशीष बन करके आया है। कैसे ये वरदान और आशीष बनकर हम तक पहुंचा, मैं 3 पद के द्वारा आपको समझाना चाहता हूं। पहला, गलतियों की पत्री उसका 3 अध्याय का 13 पद।
वहां लिखा है यीशु मसीह हमारे लिए श्रापित बन गया। प्रभु यीशु मसीह हमारे लिए श्रापित क्यों बन गया? लिखा है ताकि उसके मृत्यु के द्वारा हमें छुटकारा मिल सके। जी हाँ, पाप से छुटकारा पाना हमारे लिए असंभव था, हमारे लिए असमर्थ था। हम अपने बल और अपने प्रयास के द्वारा पाप से छुटकारा नहीं पा सकते थे। इसीलिए प्रभु यीशु मसीह के मृत्यु के द्वारा परमेश्वर पिता ने हमें पाप से छुटकारा दिया। दूसरा कोरिन्थियों की पत्री उसका 5 अध्याय 19 पद, वहां लिखा है कि प्रभु यीशु मसीह ने अपने मृत्यु के द्वारा हमें पिता परमेश्वर से मिला लिया है। अर्थात हम भक्तिहीन अवस्था में परमेश्वर से दूर भटक कर चले गए थे और यीशु मसीह के द्वारा आज हम पिता परमेश्वर के साथ एक हो गए हैं। क्या ये हमारे लिए बहुत बड़ी आशीष नहीं है? पहला यूहन्ना की पत्री, माफ कीजिएगा, पहला यूहन्ना की पत्री उसका 2 अध्याय का 2 पद, वहां पर यूहन्ना एक शब्द का इस्तेमाल करता है और वो है प्रायश्चित। प्रायश्चित शब्द का अर्थ क्या है? प्रायश्चित शब्द का अर्थ है परमेश्वर धर्मी है और धर्मी परमेश्वर पाप को नजरअंदाज नहीं कर सकता। और हम जो पाप में जी रहे हैं, परमेश्वर का न्याय, दंड और प्रकोप हमारे ऊपर आना है और परमेश्वर धर्मी होने के नाते हमें छोड़ नहीं सकता। ऐसे में प्रभु यीशु मसीह परमेश्वर और मानव के बीच में आकर परमेश्वर के सारे क्रोध को अपने ऊपर ले लेता है और इस प्रकार परमेश्वर के क्रोध को वो शांत कर देता है। प्रायश्चित शब्द का अर्थ है क्रोध को शांत करना और यीशु मसीह ने अपनी मृत्यु के द्वारा पिता परमेश्वर का भड़का हुआ उस क्रोध को हमेशा के लिए शांत कर दिया। तो क्या प्रभु यीशु मसीह का मृत्यु हमारे लिए बहुत बड़ी आशीष बन करके नहीं आई? यीशु मसीह के मृत्यु के द्वारा हमें छुटकारा मिला। यीशु मसीह के मृत्यु के द्वारा हमारा पिता परमेश्वर के साथ मेल मिलाप हुआ और प्रभु यीशु मसीह के मृत्यु के द्वारा परमेश्वर का क्रोध हमारे ऊपर नहीं भड़का है। आइए हम प्रभु यीशु मसीह का आराधना दिल की गहराई से करें, जिसने अपना सब कुछ हमारे लिए न्यौछावर कर दिया है। उस प्रभु यीशु मसीह का पिता परमेश्वर और प्रभु यीशु मसीह के नाम की महिमा हो। May our Christ and Saviour's matchless name be glorified. It's a great joy and privilege for Lord let us to be with His word in this God's moment. Amen. In connection with worship, I would like to give your attention to Ephesians chapter 3 verse 21. Ephesians chapter 3 verse 21. To Him be the glory in church and in Christ to all generations forever and ever. Amen. To Him be the glory in church. Hallelujah. Now we all claim that we are the church with full joy, but our Father made us worthy to sound that joy through the cross of Calvary. Our Father, Lord Jesus Christ, took all the burdens of our stained guilt, trespass and sin and offered Himself on the cross of Calvary. That He fulfilled the law and give us the promise of eternity and the life of faith, also lifted us as His church. Hallelujah. Lord expressed His love with His very life through the cross of Calvary. Such an amazing love, such amazing expression which He had. Not even we can think, not even we can imagine in our human brain. But Lord made us to sound His word. Lord made us to be in His presence in this moment. Lord He made us worthy to be His child. He bought us. He purchased us through the cross. He made us the way through the cross. Beloved brothers and sisters, let's enter ourselves into Lord to illuminate His name,
to make tremendous God's moments and bring glory in churches through you and me, like Lord declared through the Paul in Galatians verse 24. Let his name be glorified through you and me. His name glorified through you and me. Let us make amazing moments in Jesus' name. Amen. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച അവസരത്തിനായി നമുക്കവനെ സ്തുതിക്കാം. നാം ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ സ്തുതിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാം നമ്മുടെ പഴയ അവസ്ഥ, ദൈവം നമ്മൾക്ക് നൽകിയ ഇപ്പോഴത്തെ സ്ഥിതി, ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. 144 സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം, സാംസ് 144 വേർഡ്സ് 15. അവിടെ നാം വായിക്കുന്നത്, ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 33-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം, സാംസ് 33 വേർഡ്സ് 12. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. 144-ാം സങ്കീർത്തനം നമ്മൾക്കറിയാവുന്നതുപോലെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഒരു രാജകീയ സങ്കീർത്തനം, എ റോയൽ സാം എന്നാണ് ഈ സങ്കീർത്തനത്തെ വിളിക്കുന്നത്. ദൈവകൃപയ്ക്ക് ഉള്ള സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഒരു സങ്കീർത്തനമാണ് 144-ാം സങ്കീർത്തനം. നമ്മൾക്ക് ഇതിനോട് ചേർന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിക്കേണ്ട ആവശ്യമുണ്ട്. 144-ാം സങ്കീർത്തനത്തിൻ്റെ തന്നെ 3-4 വാക്യങ്ങൾ, അതുപോലെ 8-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം നമ്മൾക്ക് വായിക്കാം. 144-ൻ്റെ 3-4 വാക്യങ്ങൾ നാം അവിടെ വായിക്കുന്നത്, യഹോവേ, മർത്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത്, മനുഷ്യപുത്രനെ വിചാരിക്കുവാൻ അവനെന്ത് മാത്രം. 8-ാം സങ്കീർത്തനം 4-ാം വാക്യം, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം. മനുഷ്യൻ്റെ സ്ഥിതിയാണ് ഈ രണ്ട് വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യൻ കേവലം ഒരു ശ്വാസത്തിന് തുല്യം. അവൻ്റെ ആയുസ് എന്ന് പറയുന്നത് കേവലം കടന്നു പോകുന്ന ഒരു നിഴലിന് സമം. ഇതാണ് മനുഷ്യന് യോഗ്യതയായിട്ട് പറയുവാനായിട്ട് ഉള്ളത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി. ഈ മനുഷ്യനെ വലുവനായ ദൈവം ഗണ്യമാക്കി, അവനെക്കുറിച്ച് വിചാരിച്ചു, നമ്മെ ഓർത്തു, നമ്മെ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചെറിയ ബുദ്ധിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതിലും അപ്പുറമാണ്. യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഈ ഉന്നതനായ ദൈവം നമ്മെ വിചാരിച്ചു എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തയ്ക്ക് അധീനമായ കാര്യമാണ്. മനുഷ്യൻ്റെ ഏതുമില്ലായ്മയാണ് ഈ 144-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും നാം അതുപോലെ 8-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്.
144:4 നാം വായിക്കുന്നത്, ഒരു ശ്വാസത്തിന് തുല്യനായ മനുഷ്യനെ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. കേവലം ഒരു നിഴലിൻ്റെ ദൈർഘ്യത്തിന് തുല്യമായ ആയുസ്സുള്ള മനുഷ്യൻ. എത്ര ക്ഷണികനാണ് മനുഷ്യൻ! ഇതിലപ്പുറമായി മനുഷ്യൻ്റെ ഏതുമില്ലായ്മയെ എങ്ങനെ വർണ്ണിക്കുവാനായിട്ട്, എങ്ങനെ പറയുവാനായിട്ട് കഴിയും? യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്നാണ്. പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് എടുക്കുവാൻ കഴിയുമോ എന്ന് പോലും അറിയാൻ കഴിയാത്ത മനുഷ്യൻ. ഈ മനുഷ്യനെ ദൈവം ഓർത്തു. നമ്മെ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. ദാവീദ് രാജാവ് 144-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ബലഹീന മനുഷ്യനായ എന്നെ ദൈവം ഓർത്തു, എനിക്കനേകം വിജയങ്ങൾ നൽകി. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. 136-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മോട് വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു. അവനെങ്ങനെ നമ്മെ ഓർത്തു? പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലെ ആ പുത്രൻ്റെ ക്രൂശിലെ നിലവിളിക്ക് മുഖം മറച്ച് അവനെ തകർത്ത് നമ്മെ ഓരോരുത്തരെയും അവൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് കഴിയും, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. നാം ഈ സ്ഥിതിയിലായിരിക്കുന്നത് കൊണ്ട് ഭാഗ്യമുള്ളവരാണ്. ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവന്നു. യഹോവ ദൈവമായ സ്ഥിതി തന്നെയാണ് യഥാർത്ഥമായ ഭാഗ്യാവസ്ഥ. നമുക്കെങ്ങനെ അവനെ സ്തുതിക്കാതിരിക്കുവാനായിട്ട്, എങ്ങനെ അവനെ നന്ദി പറയാതിരിക്കുവാനായിട്ട് കഴിയും? സങ്കീർത്തനകാരൻ 144-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം കടന്നു വരുമ്പോൾ അവിടെ ദാവീദ് പറയുന്ന വാക്യങ്ങൾ, ഞാൻ 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ കീർത്തിക്കും എന്ന് പറഞ്ഞാൽ, തൻ്റെ അവയവങ്ങളെ മുഴുവനായി, തൻ്റെ ശരീരത്തെ മുഴുവനായി സമർപ്പിച്ച് അവനെ ആരാധിക്കും, അല്ലെ അവനെ മഹത്വപ്പെടുത്തും എന്നാണ് ഇവിടെ സങ്കീർത്തനകാരൻ ഓർപ്പിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ നമ്മെ കൊണ്ടുവന്ന ഈ വലിയവനായ ദൈവത്തിന് നമ്മൾക്ക് എന്ത് പകരം കൊടുക്കുവാനായിട്ട് കഴിയും? നന്ദിയല്ലാതെ നമ്മൾക്ക് ഒന്നും പകരം കൊടുക്കുവാൻ നമ്മുടെ കൈകളിലില്ല. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. സർവമഹത്വത്തിനും സർവസ്തുതിക്കും അവൻ മാത്രം യോഗ്യനാണ്. നമ്മെ ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ കൊണ്ടുവന്ന വലിയവനായ ദൈവത്തെ ഇന്ന് രാവിലെയും നമ്മൾക്ക് സ്തുതിക്കാം. ഈ ചിന്തകൾ അവനെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ. അവൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നിത്യവും നമുക്കുള്ള ഭാരങ്ങളഖിലം, നിത്യവും നമുക്കുള്ള ഭാരങ്ങളഖിലം തീർത്തു തരുന്നവനേ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവൻ, നിരന്തരം വന്ദനം ചെയ്തിടുവൻ, ശ്രീ യേശുവേ വന്ദനം ചെയ്തിടുവൻ.
morning, brothers and sisters. What a joy for us to worship and remember our great God and Savior, our Lord Jesus Christ, this morning. I would like to draw your attention to the Epistle to the Hebrews, chapter 7 and verse 27. And I would like to highlight one little phrase in this beautiful verse, and that is, He did once for all. I will read the whole verse. Who does not need daily, as those high priests, to offer up sacrifices first for his own sins and then for the people, for this he did once for all when he offered up himself. The Epistle to the Hebrews is a majestic epistle describing the superiority and supremacy and preeminence of our Lord Jesus Christ. Our Lord Jesus Christ is superior and supreme by virtue of his person and also by virtue of his function. So his greatness, his supremacy, and his superiority is the theme of the epistle. In that context, the writer is drawing our attention to the supremacy of the sacrifice of our Lord Jesus Christ. We remember him, we glorify him, we worship him because he gave his life for us. He loved us and gave himself for us. And that is the reason that he is our Savior and Lord. That is why he is worthy of our worship, our adoration, and our praises. And look at this beautiful description of the sacrifice of Christ, which he accomplished for us on the cross of Calvary. He did this once for all. And the same phrase is repeated in chapter 9 and verse 12. Hebrews chapter 9 verse 12. Not with the blood of goats and calves, but with his own blood, he entered the most holy place once for all. Same phrase is repeated again in verse 28 of chapter 9. So Christ was offered once to bear the sins of many. To those who eagerly wait for him, he will appear a second time apart from sin for salvation. He was offered once. Again in chapter 10 and also verse 10. By that will we have been sanctified through the offering of the body of Jesus Christ once for all. So that little phrase, once for all, is frequently used by the writer to the Hebrews. And that's a very significant word in his vocabulary. It is a technical word, and it is pregnant with a lot of wonderful ideas about the uniqueness of the death of Jesus Christ. It was once for all. The death of our Lord Jesus Christ, his sacrifice on the cross, was final, it was complete, it was perfect, it was decisive, and it was permanent. Nobody can add anything to it. Nobody can take away anything from it. In him we stand complete, and he has accomplished such a great salvation for us. And this salvation we enjoy now at this very moment. And anyone who turns to Christ in faith, he will be able to enjoy this salvation. The one who put his trust in the Lord Jesus Christ and receive him as his or her personal Savior. And this Lord Jesus Christ, he is crowned with glory and honor, as we read in chapter 2 of this same book. So we see him crowned with glory and honor. But before that, we think about his incarnation, his humiliation, his condescension, his suffering, and his death for us. And in that death, once for all,
final and complete, guaranteed, eternal, permanent and perfect, decisive sacrifice for my sin and your sin, and also for the sins of the whole world. What a great Savior, what a great salvation. Shall we worship Him in spirit and truth this morning? May His name be glorified. Thank you. Be